ഗൾഫ് യുദ്ധം, അതായത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം ഇപ്പോഴും എവിടെയും എത്താത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധം ഇപ്പോൾ 2-3 മാസം കഴിയാൻ പോവുകയാണ്. എന്നിട്ടും ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനോ ഒരു തരത്തിലുള്ള കീഴടങ്ങലിനോ ഒന്നും തന്നെ ആരും തന്നെ തയ്യാറായിട്ടില്ല. അതിൻ്റെ ഇടയിൽ തീവ്രവാദികൾക്കൊപ്പം നിൽക്കുന്ന ഒരു രാജ്യമായ പാകിസ്ഥാൻ അതിൻ്റെ ചർച്ച മധ്യസ്ഥനായിട്ടൊക്കെ രംഗത്ത് വരികയും ചർച്ചകൾ നടത്തുകയും അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനൊക്കെ നോക്കിയത് നമ്മൾ കണ്ടതാണ്. യാതൊരു കാരണവശാലും ഇതിന് അയോഗ്യനായ ഒരു രാജ്യത്തിന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്കൊക്കെ നന്നായി അറിയാമായിരുന്നു ഇത് എവിടെയും എത്താൻ പോകുന്നില്ല. കാരണം ലോകത്തിലെ എല്ലാ തീവ്രവാദികൾക്കും അഭയം കൊടുക്കുന്ന സ്ഥലമാണ് പാകിസ്ഥാൻ. അൽ ഖയ്ദ നേതാവ് ഉസാമ ബിൻ ലാഡനെ പാകിസ്ഥാനിൽ പോയിട്ടാണ് അമേരിക്കൻ മിലിറ്ററി വധിച്ചത്. അതുപോലെ തന്നെ ഐസിസിൻ്റെ നേതാക്കൾ ദാവൂദ് ഇബ്രാഹിം, മറ്റ് തീവ്രവാദ സംഘടനകളുടെയൊക്കെ നേതാക്കൾ പാകിസ്ഥാനിലെ ഉൾപ്രദേശങ്ങളിലാണ് ഒളിച്ചിരിക്കുന്നത്. അവർക്ക് അഭയകേന്ദ്രങ്ങൾ തയ്യാറാക്കി കൊടുക്കുന്നത് പാകിസ്ഥാനാണ്. ആ പാകിസ്ഥാനാണ് ഇറാഖ് അമേരിക്ക യുദ്ധത്തിന് മധ്യസ്ഥം പറയുന്നത്. അപ്പോൾ അതിൻ്റെ വിശ്വാസ്യത എത്രയുണ്ടാകുമെന്ന് നമുക്ക് ആലോചിച്ചുകൂടെ? ഒരു ചർച്ചയും ഒന്നും എവിടെ എത്തിയില്ല. അതിൻ്റെ പേരിൽ കുറച്ച് കോടികൾ കണക്കുകൾ എഴുതി പാകിസ്ഥാൻ എവിടെയെങ്കിലുമൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടാവും ആ പൈസ നേടിയെടുക്കാൻ. ഉറപ്പാണ് അത്. ആ കഥ പുറത്തു വരണം. അതിനുശേഷം വീണ്ടും പല ചർച്ചകളൊക്കെ നടന്നതായിട്ട് നമ്മൾ കണ്ടു. എവിടെയും യുദ്ധം എത്തിയില്ല. താൽക്കാലികമായിട്ട് ലോകകപ്പ് ഫുട്ബോൾ വന്നപ്പോൾ, അതായത് ലോകകപ്പ് ഫുട്ബോൾ അമേരിക്കയിലായിരുന്നല്ലോ, ആ സമയത്ത് അമേരിക്ക കുറച്ച് തണുപ്പിച്ചു ഈ യുദ്ധത്തിനെ. കാരണം ലോകകപ്പ് വിജയിക്കേണ്ടത് അവരുടെ ഒരു ആവശ്യമാണല്ലോ. ആ സമയങ്ങളിൽ വേണമെങ്കിൽ കുറച്ചു കാലം യുദ്ധം ഒന്ന് തണുത്തു. ലോകകപ്പ് കഴിഞ്ഞു വീണ്ടും യുദ്ധം അതിശക്തമായി എന്ന് മാത്രമല്ല, ഇന്നേ വരെ എത്ര ആക്രമണങ്ങൾ ഫേസ് ചെയ്തിട്ടും ഗൾഫ് രാജ്യങ്ങൾ ഒന്നും തന്നെ ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തിരുന്നില്ല. അതായത് UAE, ബഹ്റൈൻ, സൗദി അറേബ്യ, കുവൈത്ത്, ഖത്തർ, ഒമാൻ, ഇവിടെയൊക്കെ സ്ഥിരമായിട്ട് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നതാണ്. നമ്മൾ കണ്ടതാണ്. അവിടെയുള്ള പലർക്കും അപകടങ്ങളും മരണവും ഒക്കെ സംഭവിച്ചതാണ്. എന്നിട്ട് പോലും ആ രാജ്യങ്ങൾ ഒരു മിസൈൽ ഇറാനിലേക്ക് വിടാൻ അവർ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ സൗദി അറേബ്യ അമേരിക്കയുമായി യുദ്ധത്തിൽ ചേർന്നിരിക്കുന്നു. അവരോടൊപ്പം ഇറാനെതിരെയായി ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും എന്നൊരു ചൊല്ലുണ്ട്. അതാണിപ്പോൾ ഇവിടെ സംജാതമായിരിക്കുന്നത്. ഇനി അടുത്ത ഗതികെട്ട് നടക്കുന്ന പുലി ചിലപ്പോൾ UAE ആവാം, ബഹ്റിനാവാം, കുവൈത്താകാം, ഖത്തറാകാം, ഒമാനാകാം. ആരും തന്നെ അധികകാലം പിടിച്ചു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും ഇതൊരു കൂട്ടുമുന്നണിയായി തന്നെ ഇറാനെ ആക്രമിക്കേണ്ട ആവശ്യം വന്നു ചേരും. അവിടേക്കാണ് യുദ്ധം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഈ യുദ്ധം എന്തിനാണ് ഉണ്ടായത്? ഇത് പലരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കുന്നതാണ്. നമ്മുടെ ചാനൽ ചർച്ചകളിൽ, മലയാളത്തിലെ പല ചാനൽ ചർച്ചകളിൽ, പ്രമുഖ ചാനലുകളിലെ ചർച്ചയിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചതുമാണ്. മാതൃഭൂമി, ഏഷ്യാനെറ്റ്, മലയാള മനോരമ, 24 ചാനൽ, റിപ്പോർട്ടർ ചാനൽ, പല ചാനലിലും ഞാനിത് കണ്ടു. ചാനൽ ചർച്ചയിലെ സ്ഥിരം ചില മുഖങ്ങളുണ്ട്. അതിൽ ഈ തീവ്രവാദത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന
തീവ്രവാദികളോട് കൂറു പുലർത്തുന്ന തീവ്രവാദ മനോഭാവമുള്ള വ്യക്തി ആ ചർച്ചകളിൽ വന്നിരുന്ന് സംസാരിക്കുന്ന നേരത്ത് ഞാൻ അവിടെ ആ വിദ്വാൻ അവതരിപ്പിക്കുന്ന സംഭാഷണം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ചോദിക്കുകയാണ്, ഇത് ആ യുദ്ധം തുടങ്ങിയ സമയത്ത് ഞാൻ കേട്ട ചോദ്യങ്ങളാണ്. അതായത് അമേരിക്കയിൽ അണുവായുധമുണ്ട്, ഇസ്രായേലിൽ അണുവായുധമുണ്ട്, ഇന്ത്യയിൽ അണുവായുധമുണ്ട്, പാകിസ്ഥാനിൽ അണുവായുധമുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇറാന് അണുവായുധം ഉണ്ടാക്കിക്കൂടാ? എന്തിനാണ് അതിൻ്റെ പേര് പറഞ്ഞ് ഇറാനെ ആക്രമിക്കുന്നത് എന്നാണ് ഈ ജിഹാദി മൈൻഡുള്ള ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന ഈ വിദ്വാൻ്റെ ചോദ്യം. വളരെ നല്ലൊരു ചോദ്യമാണ് അദ്ദേഹം ആ സമയത്ത് ചോദിച്ചത്. ഇപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് അത് ശരിയാണല്ലോ എന്ന് തോന്നിപ്പോകും. കാരണം ഈ രാജ്യങ്ങൾക്കൊക്കെ അണുബോംബ് ഉണ്ടാക്കാം. എന്തുകൊണ്ട് ഇറാന് ഇത് ഉണ്ടാക്കാതിരിക്കാൻ പറ്റുന്നു, ഉണ്ടാതിരിക്കണം അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്നു എന്നാണ് ചോദ്യം. ഇതിന് ആ ചോദ്യം ചോദിച്ച ഈ മലയാളിയായ വിദ്വാനോട് ഞാൻ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാൻ പറയുകയാണ്. അവിടെ ആ ചർച്ചയിൽ ആരും പറഞ്ഞില്ല എങ്കിലും ഞാനിപ്പോൾ പറയുകയാണ്. ഒരാളുടെ കയ്യിൽ 2 തോക്കുണ്ട്. 2 തോക്കുമായിട്ട് ഒരു സ്ട്രീറ്റിൽ കൂടെ നടന്നു പോകുന്നു. ആ സമയത്ത് ഒരാക്രമണം അവിടെ നിന്ന് വരുന്നു എന്നുള്ള ഒരു തോന്നലുണ്ടാകുന്നു. ഇദ്ദേഹം നടന്നു പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒപ്പം വഴിയിൽ നിന്നൊരു ഭ്രാന്തൻ ഒപ്പം നടക്കാൻ തുടങ്ങി. അപ്പോൾ ഇദ്ദേഹം ആക്രമണം ഏത് സമയവും വരാം എന്ന ചിന്തയിൽ നടക്കുകയാണ്. ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ തോക്കുണ്ട്, വന്നാൽ വെടിവെക്കാം. ഒപ്പം നടക്കുന്ന ഈ പാവം മനുഷ്യന് എന്തെങ്കിലും പറ്റുമോ എന്ന് വിചാരിച്ച്, അദ്ദേഹം ഒരു ഭ്രാന്തനാണ്, സ്വന്തം കയ്യിലെ തോക്കെടുത്ത് ഒരെണ്ണം അയാൾക്ക് കൊടുക്കുമോ? സാമാന്യ ബുദ്ധിയുള്ളവർ ആരെങ്കിലും കൊടുക്കുമോ? കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? ഭ്രാന്തൻ്റെ കയ്യിൽ അഥവാ തോക്ക് കൊടുത്തു വിചാരിക്കുക, അയാൾക്കും ഒരു രക്ഷാമാർഗം എന്ന നിലയ്ക്ക് ഇയാൾ 2 തോക്കിലൊരു തോക്ക് അയാൾക്ക് കൊടുത്തു വിചാരിക്കുക. ചിലപ്പോൾ ഈ ഭ്രാന്തൻ ആദ്യം വെടിവെക്കുന്നത് ഈ തോക്ക് കൊടുത്തവനെ ആയിരിക്കും. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. പക്വതയില്ലാത്ത ഒരു രാജ്യമാണ് ഇറാൻ. അതുപോലെ മറ്റ് ചില രാജ്യങ്ങൾ കൂടിയുണ്ട്. ഇറാൻ്റെ കുഴപ്പം എന്താണ്? ലോകത്ത് നടക്കുന്ന സകല തീവ്രവാദ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്ന ഹമാസ്, അൽ ഖൈദ, ഐസിസ്, കുറേ തീവ്രവാദ സംഘടനകളുണ്ട്. ഈ സംഘടനകളെ മുഴുവൻ തന്നെ പോറ്റി വളർത്തുന്ന ഒരു രാജ്യമാണ് ഇറാൻ. ഞാൻ മനസ്സിലാക്കുന്നത് 800 ചില്ലാൻ ബില്യൺ US$ തന്നെ ഇതിന് ഇറാൻ ചെലവാക്കിയിട്ടുണ്ട് എന്നാണ് രഹസ്യമായ പല വാർത്തകളിലും പറയുന്നത്. ഈ തീവ്രവാദ സംഘടനകളുടെ വളർച്ചയ്ക്കും പ്രവർത്തനങ്ങൾക്കുമായിട്ട് രഹസ്യമായിട്ട് ഇറാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇത് എല്ലാവർക്കും അറിയാം, ഈ ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും അറിയാം. പ്രത്യേകിച്ച് അമേരിക്കയും ഇസ്രായേലും ഇത് ശക്തമായി തെളിവോടെ കണ്ടെത്തിയിരുന്നു. ആ കണ്ടെത്തലിൻ്റെ ഭാഗമായിട്ടാണ് ഇറാനിൽ അണുവായുധമുണ്ടാക്കുന്ന യുറേനിയം ഇനി വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. അല്ലാതെ വേറൊരു തരത്തിലും ഇറാനുമായിട്ട് ആർക്കും ഒരു തരത്തിലുള്ള ദേഷ്യമൊന്നുമില്ല. ഈ ഇറാൻ തന്നെ ഇറാഖിനെ ആക്രമിച്ചിട്ടില്ലേ? എത്ര കാലങ്ങളോളം അവർ യുദ്ധം നടത്തി. അപ്പോൾ ഒരു രാജ്യം യുദ്ധം ചെയ്യാൻ മാത്രമായി ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തന്നെയാണ് ഈ തീവ്രവാദ സംഘടനകളെ ചോറൂട്ടി വളർത്തുന്ന ആ കയ്യിലിരിപ്പും.
അതുതന്നെയാണ് അമേരിക്ക ഇത്ര ശക്തമായിട്ട് ഇസ്രായേലിൻ്റെ ആവശ്യപ്രകാരം അവിടെ ഇനി ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി പാടില്ല എന്ന് തീരുമാനിച്ചത്. ഒരു പരിധിവരെ ലോകരാജ്യങ്ങൾ പരസ്യമായി പറയുന്നില്ലെങ്കിലും മൗനാനുവാദത്തിൽ മുണ്ടാതിരിക്കുകയാണ്. കാരണം ഈ തീവ്രവാദികൾ ചെല്ലാത്ത ഇടമില്ല ലോകത്ത് ഒരു രാജ്യത്തും. ഈ തീവ്രവാദം ഇവിടെ നിന്നേ പറ്റൂ. അതിനെതിരെ UN നേതൃത്വത്തിൽ തന്നെ വലിയൊരു മൂവ്മെൻറ്റ് ഇവിടെ ഉണ്ടായാൽ ഇത് ഒരു നിസാര പ്രശ്നമായിട്ട് മാറും എന്നതിന് യാതൊരു സംശയവും വേണ്ട. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കലങ്ങിക്കിടക്കുന്ന കുളത്തിൽ മീൻ പിടിക്കുന്ന പോലെ ചില രാജ്യങ്ങൾ അവരുടെ സ്വകാര്യ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളായി മാറുന്നത്.